ജമ്മു കശ്മീരാണ് BJP ഇനി ഉന്നം വയ്ക്കുന്നത്. ജമ്മു കശ്മീരിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ BJP അവരുടെ മാസ്റ്റർ മൂവ് ഇറക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. 3 രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP പുറത്തിറക്കിയ പട്ടികയിൽ മുസ്ലിം നേതാവായിട്ടുള്ള ഗുലാം മുഹമ്മദ് മീറിൻ്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനു പുറമെ രാകേഷ് മഹാജനെയും സത്പാൽ ശർമ്മയെയും BJP സ്ഥാനാർത്ഥികളാക്കി. BJPയുടെ തന്ത്രം എന്താണെന്നാണ് ഇപ്പോൾ പല ആൾക്കാരും അന്വേഷിക്കുന്നത്. ജമ്മു കശ്മീരിൽ BJP വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അവിടെ വലിയ വികസനങ്ങൾ നടത്തുന്നുണ്ട്, അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കി അതിൽ നിന്നും തിരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു സർക്കാരിനെ BJP പ്രതിഷ്ഠിച്ചു. പോരാത്തതിന് ഇപ്പോഴും അവിടെ ഒരു സർക്കാർ ഉണ്ടെങ്കിലും അവിടെയുള്ള സകല സുരക്ഷാ ചുമതലയും ആഭ്യന്തര വകുപ്പിൽ നിക്ഷിപ്തമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കശ്മീർ താഴ്വര മേഖലയിലെ മുസ്ലിം സമൂഹത്തിലേക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നത് BJPയുടെ വലിയൊരു അജണ്ടയാണ്. BJPയുടെ ഈ നീക്കം, അതായത് ഒരു മുസ്ലിം നാമധാരിയെ ഇപ്പോൾ BJP രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്യുന്നതിലൂടെ, അയാളുടെ പേര് കൊണ്ടുവരുന്നതിലൂടെ BJPയുടെ നീക്കം മുസ്ലിം വിശ്വാസികളിൽ വലിയ രീതിയിലുള്ള ഒരു ഹോൾഡ് പിടിച്ചുപറ്റുക എന്നുള്ളതാണെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. ജമ്മു കശ്മീരിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഘടന കണക്കിലെടുത്താണ് BJP സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ഗുലാം മുഹമ്മദ് മിർ താഴ്വരയിൽ നിന്നുള്ളയാളാണ്. രാകേഷ് മഹാജനും സത്പാൽ ശർമ്മയും ജമ്മു മേഖലയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.